ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാം ജൂലൈ 13 എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മുടെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ. കെമിസ്ട്രിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ MLT കഴിഞ്ഞു. ഫിസിക്സ് അർജുൻ സാറിൻ്റെ വളരെ നല്ല ക്ലാസ്സുകളാണ്, നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. പിന്നെ വരുന്നതാണ് കെമിസ്ട്രി. നമ്മുടെ സിലബസിൻ്റെ അതേ ഓർഡറിലാണ് പോകുന്നത്. കെമിസ്ട്രിയിലാണെങ്കിൽ 3 ഭാഗങ്ങളാണ്. ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി. ഇത് മൂന്നും കൂടി നമുക്ക് വരുന്നത് 14 മാർക്കാണ്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, MLTയിലെ 4th മൊഡ്യൂളിലെ 5th ക്വസ്റ്റ്യൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഓർഗാനിസം ചോദിച്ചിട്ടുണ്ട്, മലേറിയയുടെ. അത് ആണ് വരുന്നത്. ഞാനത് കറക്റ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നു, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ടെലഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബോർസ് മോഡൽ ഈസ് related to which of the following? Options: plum pudding model, nuclear theory, the concept of condensation of energy, dual nature of the electron. കറക്റ്റ് ആൻസർ വരുന്നത് കോൺസെപ്റ്റ് ഓഫ് കോണ്ടൻസേഷൻ ഓഫ് എനർജി ആണ്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ബോർസ് മോഡൽ പേര് പോലെ തന്നെ അതാരാണ് പ്രപ്പോസ് ചെയ്തത്? ആരാണ്? നീൽസ് ബോർ ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, ചോദിക്കാറുണ്ട്. നീൽസ് ബോറാണ്. ഈസി ആയിട്ടുള്ള കാര്യമാണ്. അത് ഏത് വർഷമാണ്? 1915. ശരിക്കും 1913 നീൽസ് ബോറും ഏണസ്റ്റ് റിദർഫോർഡും കൂടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്തതെങ്കിലും ബോർ മോഡലിൻ്റെ ഇയർ ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നത് 1915. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റിൻ്റെ മോളാർ മാസ് എങ്ങനെ കണക്കാക്കാം? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: 106, 107, 108, 110. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാണാം. Na2CO3 ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വേണ്ടാന്ന് വെക്കുന്ന സ്വഭാവം പലർക്കും ഉണ്ട്. പക്ഷേ ഇത് വളരെ ഈസിയാണ്, നിങ്ങൾ ഒഴിവാക്കരുത്. 2 സോഡിയമാണ് ഇവിടെ ഉള്ളത്, 1 കാർബൺ വരുന്നുണ്ട്, 3 ഓക്സിജൻ വരുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതായത് സോഡിയത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 23 ആണ്. ഓക്കെ, 2 സോഡിയം എന്ന് പറയുമ്പോൾ 2 × 23, ദാറ്റ് ഈസ് ഈക്വൽ ടു 46. പിന്നെ വരുന്നത് 1 കാർബൺ. അപ്പോൾ 1 കാർബണിൻ്റെ എന്താണ്? 12 ആണ്. അപ്പോൾ 1 × 12 വരുമ്പോൾ 12 എന്ന് വരും. പിന്നെ വരുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ കേസിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ അല്ലേ? ഇവിടെ 3 ഓക്സിജൻ അല്ലേ? സോ 3 × 1 ഓക്സിജൻ്റെ മാസ് എത്രയാണ്? 16 ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും 48. ഇത് 3ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 106 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഈസി ആയിട്ട് അറിഞ്ഞുകൂടെ? നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. 2 സോഡിയം, 1 കാർബൺ, 3 ഓക്സിജൻ. ആ മാസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാം. മാത്രമല്ല അതിൻ്റെ യൂണിറ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ, ഗ്രാം പെർ മോൾ ആണ് കേട്ടോ. ചിലപ്പോൾ അത് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. During electrolytic reduction, which one of the following act as the reducing agent? Options: cathode, anode, electrolyte, metal. ഏതാണ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോലിറ്റിക് റിഡക്ഷൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജൻറ്റ്? ഏതാണ്? കാഥോഡാണ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്നത് ആനോഡിലായിരിക്കും. ആനോഡ് ഓക്സിഡേഷൻ അങ്ങനെ പഠിച്ചു വയ്ക്കുക. ആനോഡിൽ നടക്കുന്നത് എന്താണ്? ഓക്സിഡേഷനും കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? റിഡക്ഷനുമാണ് കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? റിഡക്ഷനുമാണ്, മറക്കരുത്. കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ, ആനോഡിൽ ഓക്സിഡേഷൻ. ഈ ആനോഡും കാഥോഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാലോ. അപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ് നടക്കുന്നത്. ചാർജ് ഓഫ് ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവും കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവുമായിരിക്കും ഇൻ എൻ ഇലക്ട്രോലിറ്റിക് സെൽ. ഓക്കെ, പിന്നെ ഇലക്ട്രിസിറ്റി എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ആനോഡിലേക്കായിരിക്കും. ഇലക്ട്രിസിറ്റി ഗീവ് ഔട്ട് ഫ്രം ദ കാഥോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഗാൽവനിക് സെല്ലാണെങ്കിൽ ആനോഡ് നെഗറ്റീവ് ആയിരിക്കും, കാഥോഡ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ pH ഓഫ് സൊല്യൂഷൻ ഈസ് 13, ദിസ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ്. ഓപ്ഷൻസ്: സ്ട്രോങ്ലി അസിഡിക്, വീക്ക്ലി ബേസിക്, സ്ട്രോങ്ലി ബേസിക്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. pH 13 ആണെങ്കിൽ
അതെന്താ മീൻ ചെയ്യുന്നത്? അതായത് pH വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അസിഡിറ്റി ഒക്കെ ബേസിസിറ്റിയും അസിഡിറ്റിയും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു മെഷർമെൻ്റ് ആണ് നമ്മുടെ pH എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ലോഗരിതം ഓഫ് ദ കോൺസെൻട്രേഷൻ ഇൻ മോൾ പെർ ലിറ്റർ ഓഫ് ഹൈഡ്രജൻ അയോൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ 0 മുതൽ 14 വരെയുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. 7 വന്നു കഴിഞ്ഞാൽ ന്യൂട്രൽ ആയിരിക്കും. വാട്ടറിൻ്റെ കേസിലാണ് 7 വരുന്നത്. ഓക്കെ, ഇനി 7ൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബേസിസിറ്റി കൂടും. 7ൻ്റെ താഴെയാണെങ്കിലോ അസിഡിസിറ്റി അല്ലെങ്കിൽ അസിഡിക് ആവും. 7ൻ്റെ താഴെ അസിഡിക്കും 7ൻ്റെ മുകളിലാണെങ്കിൽ ബേസിക്കും ആയിരിക്കും. സോ ഇവിടെ പറയുന്ന 13 എന്ന് പറയുമ്പോൾ സ്ട്രോങ്ലി ബേസിക് ആയിരിക്കും. സോ നമ്മുടെ ആൻസർ എന്താ? ഒരു ഓപ്ഷൻ ഡി ആണ് വരുന്നത്. pH 13 എന്ന് പറയുമ്പോൾ സ്ട്രോങ്ലി ബേസിക് ആയിരിക്കും, അല്ലെങ്കിൽ ആൽക്കലൈൻ എന്നും പറയാം കേട്ടോ. ബേസിക്കിന് അല്ലെങ്കിൽ എന്ത് പറയാം? ആൽക്കലൈൻ. സ്ട്രോങ്ലി ബേസിക് ഓർ ആൽക്കലൈൻ എന്ന് പറയാം. 7 വന്നു കഴിഞ്ഞാൽ ന്യൂട്രൽ ആയിരിക്കും. 7 താഴെയാണ് pH വാല്യൂ എങ്കിൽ അത് അസിഡിക് ആയിരിക്കും. അപ്പോൾ 6 ആണെങ്കിലോ സ്ട്രോങ്ലി അസിഡിക് ആയിരിക്കും. 2 ആണെങ്കിലോ വീക്ക്ലി അസിഡിക് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റെബിലിറ്റി ഓഫ് ലിയോഫിലിക് കൊളോയിഡ്സ് ഈസ് ഡ്യൂ ടു ഓപ്ഷൻസ്: charge on their particle, large size of their particle, smaller size of their particle, a layer of medium of dispersion on their particle. കറക്റ്റ് ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. എ ലെയർ ഓഫ് മീഡിയം ഓഫ് ഡിസ്പേഷൻ ഓൺ ദെയർ പാർട്ടിക്കിൾ. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ ലിയോഫിലിക് കൊളോയിഡ്സിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിക്കുക റിവേഴ്സിബിൾ ആയിട്ടുള്ളത് ഏതാണ്, സ്റ്റേബിൾ ഏതാണ് എന്നൊക്കെ ചോദിക്കും. ഒക്കെ എന്താണ്? ലിയോഫിലിക് ആണ്. ലിയോഫിലിക് റിവേഴ്സിബിൾ ആണ്, അതുപോലെ സ്റ്റേബിൾ ആണ് കേട്ടോ. റിവേഴ്സിബിൾ ആണ്, സ്റ്റേബിൾ ആണ്, മറക്കരുത്, ചോദിക്കും. ഓക്കെ, ലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? സോൾവെൻ്റ് ആണ്. ലിയോ എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റും, ഫിലിക് മീൻസ് ലവിങ് എന്നാണ്. ലിയോഫോബിക് എന്ന് പറഞ്ഞാൽ, ഫോബിക് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റിംഗ് ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ലിയോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലിക്വിഡ് ലവിങ് കൊളോയിഡ്സ് ആണ് ലിയോഫിലിക്. ഇത് സ്റ്റേബിൾ ആണ്, റിവേഴ്സിബിൾ ആണ്. ഇതൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ, ഓർത്ത് വയ്ക്കുക. പിന്നെ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. അതിൽ മെറ്റൽസിൻ്റെ എക്സാമ്പിളൊക്കെ സാധാരണ ചോദിക്കും. ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളൊക്കെ വരുന്നത് ലിയോഫിലിക്കിലാണ്. അതുകൂടാതെ സ്റ്റാർച്ച്, ഗം, ജെലാറ്റിൻ പോലെയുള്ളതൊക്കെ എക്സാമ്പിളായിട്ടുണ്ട്. വാട്ടർ, ഫെറിക്, മെറ്റലിൻ വാട്ടർ, ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളൊക്കെ എന്തിനാണ് വരുന്നത്? ലിയോഫിലിക് കൊളോയിഡ്സിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, temporary hardness of water is due to options: bicarbonates of calcium and magnesium, bicarbonates of chlorine, chlorides of calcium and magnesium, chlorides of sodium. ഏത് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മാഗ്നീഷ്യം. അപ്പോൾ ഹാർഡ് വാട്ടർ ഉണ്ട്, സോഫ്റ്റ് വാട്ടർ ഉണ്ട്. ഓരോന്നിനും കാരണം എന്താണ്? ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ എന്താണ്? ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഇവിടെ ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ എന്തുകൊണ്ടാണ്? ഈസ് ഡ്യൂ ടു ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. മറക്കരുത്. ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ ആയിരിക്കും, CaHCO3 ട്വൈസ് എന്നൊക്കെ ചോദിക്കാം, ഡയറക്റ്റ് ആൻസർ ചെയ്യാതെ. അതുപോലെ തന്നെ മഗ്നീഷ്യത്തിന് പകരം നമുക്ക് ഓപ്ഷനിൽ MgHCO3 ട്വൈസ് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതെന്താണ്? ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം, ബൈകാർബണേറ്റ്സ് ഓഫ് മഗ്നീഷ്യം, അതുപോലെ തന്നെ അയൺ, ഹെവി എലമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാർഡ്നെസ്സിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the properties of Eka aluminum predicted by Mendeleev are the same as the properties of later discovered element. Options: scandium, germanium, gallium, aluminium. ഇവിടെ എന്താ പറയുന്നത്? എഗ അലുമിനിയത്തിൻ്റെയും പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പ്രെഡിക്റ്റഡ് ബൈ മെൻഡലീവ് ആർ ദ സെയിം ആസ് ദ പ്രോപ്പർട്ടി ഓഫ് ലേറ്റർ ഡിസ്കവേർഡ് എലമെൻറ്റ്. ഏതാണ് എലമെൻറ്റ്? നമ്മുടെ ഗാലിയം. ഗാലിയം എന്ന് പറയുന്നതാണ് റിപ്ലേസ്ഡ് എക്ക അലുമിനിയം ഇൻ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, മെൻഡലീവ് ഇതിൽ കുറച്ച് ഇങ്ങനെ സിമിലാരിറ്റി ഒക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പേര് ഇട്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the orbital occupied by the last electron in the boron element? SPDF. അപ്പോൾ അതിനെ ഈസി ആയിട്ട് പറയാലോ. എന്താണ് ബോറോൺ ഫാമിലി എന്ന് പറയുന്നത്? ഗ്രൂപ്പ് 13 ആണ് നമ്മുടെ ബോറോൺ ഫാമിലി. ഏതാണ്? ഗ്രൂപ്പ് 13 ആണ്. അപ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ അറിയണം നമുക്ക്. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എഴുതാം അല്ലേ. ബോറോൺ എന്ന് പറയുമ്പോൾ 5 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1s2, 2s2,
2p1. എന്താ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ ദ ബോറോൺ എലിമെൻ്റ് ഏത് ഓർബിറ്റലിലാണ്? പി ഓർബിറ്റലാണ്. സോ നമ്മുടെ ആൻസർ പി ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും പലരും തെറ്റിക്കാറുണ്ട്. +2 ലെവൽ എക്സാം ആയതുകൊണ്ട് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസും കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. Next one, identify the method that is not used to purify organic compounds. അതിനെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സബ്ലിമേഷൻ, ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ, സെഡിമെൻറ്റേഷൻ. നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞൂടെ? സെഡിമെൻറ്റേഷൻ ആണ് അല്ലേ ഇതിൽ വരാത്തത്. പ്യൂരിഫിക്കേഷനിൽ വരാത്തത് ഏതാണ്? സെഡിമെൻറ്റേഷൻ. പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കേസിൽ? ക്രിസ്റ്റലൈസേഷൻ, സബ്ലിമേഷൻ, ഡിസ്റ്റിലേഷൻ, ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ, ക്രോമറ്റോഗ്രഫി, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ സെഡിമെൻറ്റേഷൻ വരുമോ? ഇല്ല. സെഡിമെൻറ്റേഷൻ ഇതിനകത്ത് വരുന്ന ഒന്നല്ല. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. Next one, polymer that can be prepared by the condensation polymerization is options nylon 66, Teflon, rubber, polystyrene. ഇത് പലപ്പോഴും ചോദിക്കുന്നതാണ്. കണ്ടൻസേഷൻ പോളിമറൈസേഷനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. കണ്ടൻസേഷൻ്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ നമുക്ക് ഒരു 2 റിയാക്ടൻസ് തമ്മിൽ റിയാക്ഷൻ നടന്ന ഒരു പ്രോഡക്റ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ എയും ബിയും ആണത്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സി ആണെങ്കിൽ ഇവിടെ ഒരു എലിമിനേഷൻ ഓഫ് ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ വാട്ടർ ആയിരിക്കാം അല്ലെങ്കിൽ അമോണിയ ആയിരിക്കാം, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ എലിമിനേഷൻ നടന്നിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത്, ആ റിയാക്ഷനെ വിളിക്കുന്നതാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ബൈ ദ എലിമിനേഷൻ ഓഫ് വാട്ടർ ഓർ അമോണിയ, സ്മോൾ മോളിക്യൂൾസിൻ്റെ എലിമിനേഷൻ വഴിയാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. തന്നിരിക്കുന്നതിൽ നൈലോൺ 66 ആണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് കേട്ടോ. ഇവിടെ നൈലോൺ 6ൻ്റെ കേസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാ മോണോമർ വരുന്നത് ചോദിക്കാറുണ്ട്. അഡിപ്പിക് ആസിഡും ഹെക്സാ മെത്തിലീൻ ഡൈ അമീൻ, അതിൽ നിന്നാണ് ഈ 66 വരുന്നത്. ഹെക്സാ മെത്തിലീൻ ഡൈ അമീനും അഡിപ്പിക് ആസിഡുമാണ് മോണോമർ ഓഫ് നൈലോൺ 66 എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നൈലോൺ 6 ആണെങ്കിൽ വ്യത്യാസമുണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ ഓർക്കണം. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യെല്ലോ കളേർഡ് കെമിക്കൽ യൂസ്ഡ് ആസ് പിഗ്മെൻറ്റ്? ഓപ്ഷൻ സിങ്ക് ക്രോമേറ്റ്, സിങ്ക് ഓക്സൈഡ്, കോപ്പർ സൾഫേറ്റ്, സിങ്ക് കാർബണേറ്റ്. ആൻസർ വരുന്നത് സിങ്ക് ക്രോമേറ്റ് ആണ് കേട്ടോ. യെല്ലോ കളേർഡാണ് ചോദിച്ചിട്ടുള്ളത്. സിങ്ക് ഓക്സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. സിങ്ക് ഓക്സൈഡിൻ്റെ പ്രത്യേകത വൈറ്റ് കളറാണ് അല്ലെങ്കിൽ കളർലെസ് എന്നൊക്കെ പറയാം. ZnO സിങ്ക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ZnO ആണ്. ഇൻസോലബിൾ വൈറ്റ് പൗഡറാണ് ZnO എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്ന ഒന്നാണ്. പല മെറ്റീരിയലിലും ഒരു കോമൺ ഇൻഗ്രീഡിയൻ്റ് ആണ്. കോസ്മെറ്റിക്സ്, റബ്ബർ, പ്ലാസ്റ്റിക്, സെറാമിക്സ്, ഗ്ലാസ്, സിമെൻറ്റ്, അങ്ങനെ ഒരുപാട് പെയിൻസിലുൾപ്പെടെ ഓയിൻമെൻറ്റ്സിലും മെഡിസിൻസിലും പിഗ്മെൻറ്റ്സിലൊക്കെ വരുന്ന ഒന്നാണ് നമ്മുടെ സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത്. അത് വൈറ്റ് ഇൻസോലബിൾ പൗഡറാണ്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ഇനി സിങ്ക് ഓക്സൈഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ വൈറ്റ് ആയിരിക്കും, ബട്ട് ഇറ്റ് ടേൺസ് യെല്ലോ ഡ്യൂറിങ് ദ ഹീറ്റിംഗ് പ്രോസസ്സ്. വൈറ്റ് എന്തായി മാറും? ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ ആയിട്ട് മാറും. അങ്ങനെ ഒരു പ്രത്യേകത ഈ സിങ്ക് ഓക്സൈഡിനുണ്ട്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? യെല്ലോ കളേർഡ് കെമിക്കലാണ്, അത് സിങ്ക് ക്രോമേറ്റ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സാപ്പോണിഫിക്കേഷൻ ഓഫ് എ ഫാറ്റ് ഓർ ഓയിൽ ഈസ് ഡൺ യൂസിങ് ഡാഷ് സൊല്യൂഷൻ ഫോർ ഹോട്ട് പ്രോസസ്. ഓപ്ഷൻസ് KOH, NaOH, HCl, NaCl. ഈസി ആയിട്ട് പറയുക ഏതാണ്? സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ NaOH ആണ്. മനസ്സിലായോ? അവിടെ ഏതാ ഉപയോഗിക്കുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഹോട്ട് പ്രോസസ്സിൽ അല്ലേ. ഓക്കെ, സാപ്പോണിഫിക്കേഷൻ ഓഫ് സോഡിയം സോൾട്ട് ഓഫ് മിറിസ്റ്റിക് ആസിഡ് ടേക്സ് പ്ലേസ് വിത്ത് NaOH ഇൻ വാട്ടർ. ഇറ്റ് ഗീവ്സ് ഹാർഡ് സോപ്പ്. അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുന്നത്? ഹാർഡ് സോപ്പാണ് കേട്ടോ, അതൊന്ന് ഓർത്തോളൂ. നെക്സ്റ്റ് വൺ, കുക്കിംഗ് ഗ്യാസ് ഈസ് എ മിക്സ്ചർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് 2 gases? ഓപ്ഷൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ, ബ്യൂട്ടൈൻ ആൻഡ് പ്രൊപ്പെയിൻ, കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്, ഈഥൈൻ ആൻഡ് എത്തിലീൻ. ഏതാ ആൻസർ വരുന്നത്? കുക്കിംഗ് ഗ്യാസ് ആണ്. കുക്കിംഗ് ഗ്യാസ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടൈൻ ആൻഡ് പ്രൊപ്പെയിൻ ആണ് ആൻസർ വരുന്നത്. ഈ LPG അല്ലേ, കുക്കിംഗ് ഗ്യാസ് എന്ന് പറയുമ്പോൾ LPG. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് LPG? അത് നിങ്ങൾ അറിയണം. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. അതിൽ മെയിനായിട്ട് വരുന്നത് ബ്യൂട്ടൈനും പ്രൊപ്പെയിനും ആണ്. ഫ്ലെയിമബിൾ മിക്സ്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ ഗ്യാസസ് ദാറ്റ് ഇൻക്ലൂഡ് പ്രൊപ്പെയിൻ, ബ്യൂട്ടൈൻ, ഐസോബ്യൂട്ടൻ, അങ്ങനെ കുറേ ഉണ്ട്. ഏറ്റവും പെർസെൻറ്റേജ് കൂടുതൽ വെച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇതിൽ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ഇതാരാണ് ഡിസ്കവർ ചെയ്തത്?
വാൾട്ടർ സ്നെല്ലിംഗ് ആണ് കേട്ടോ. LPGയുടെ കാര്യം പറയുമ്പോൾ ഓർത്ത് വെച്ചോളൂ, വാൾട്ടർ സ്നെല്ലിംഗ് ആണ് ഇത് ഡിസ്കവർ ചെയ്തത്. ഏതാ വർഷം? 1912 Liquefied petroleum gases were discovered in 1912 by Dr. Walter Snelling. Okay, it is non-renewable source of energy. ഓർത്ത് വയ്ക്കുക, പ്രൊപ്പൈനും ബ്യൂട്ടൈനാണ് കൂടുതൽ കാണുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The species which can best serve as an initiator for the cationic polymerization is options AlCl3, HNO3, LiAlH4, BuLi. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? The species which can best serve as an initiator, cationic polymerizationൻ്റെ ഇനീഷ്യേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സ്പീഷീസ് ഏതാണ്? ഏതാ വരുന്നത്? അലുമിനിയം ക്ലോറൈഡ് ആണ്. അലുമിനിയം അല്ലേ, അത് നമുക്ക് സ്ട്രക്ചർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരിക, 3 Cl ഉണ്ട്, ട്രൈക്ലോറൈഡ് ആണ് അല്ലേ. അപ്പം ഈ അലുമിനിയം ട്രൈക്ലോറൈഡ് ഈസ് ദ ഓൺലി ലൂയിസ് ആസിഡ്. തന്നിരിക്കുന്നതിൽ ലൂയിസ് ആസിഡായിട്ട് കാണുന്നത് ഇങ്ങനെ മാത്രമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദ സ്പീഷീസ് ക്യാൻ ബി സെർവ് ആസ് എൻ ഇനീഷ്യേറ്റർ ഫോർ ദ കാറ്റോണിക് പോളിമറൈസേഷൻ. ആരാണ്? AlCl3 അല്ലെങ്കിൽ അലുമിനിയം ട്രൈക്ലോറൈഡ്. Next question. Dash is a naturally occurring organic compound with the formula C6H5 twice CO. Options: metcathinone, propiophenone, acetophenone, benzophenone. Option D ആണ് കറക്റ്റ് ആൻസർ, ബെൻസോഫിനോൺ. C6H5 twice CO എന്ന് പറയുന്നതാണ് ബെൻസോഫിനോൺ ആണ്. ഇതിൽ 2 ഫിനൈൽ ഗ്രൂപ്പ് ഒരു കാർബണൈൽ ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത്. വൈറ്റ് കളറിൽ ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, സ്ലൈറ്റ്ലി സോലുബിൾ ആണ്. ഓക്കെ, ഈ ബെൻസോഫിനോൺ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിലാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പല സിന്തസിസിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നുണ്ട്. കോമൺ ഇൻ്റർമീഡിയറ്റ് ഇൻ ദ സിന്തസിസ് ഓഫ് മെനി ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ ദ കെമിക്കൽ ഇൻഡസ്ട്രി. അതുപോലെ ഡൈസ്, പെർഫ്യൂംസ്, ഫാർമസ്യൂട്ടിക്കൽ, ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷനിൽ ഒരുപാട് യൂസ് ഉള്ള ഒന്നാണ് ബെൻസോഫിനോൺ. ഇതൊക്കെ ഓർത്ത് വെച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. Fr87 and Ra88 two radioactive element belong to which of the following block of modern table? ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു ക്വസ്റ്റ്യൻ പോലെ തോന്നും, പക്ഷേ ഏത് ബ്ലോക്കാണെന്ന് ചോദിച്ചില്ല. P ബ്ലോക്ക്, S ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ഭയങ്കര ഹെവി ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് ചോദിക്കുമ്പോൾ സിമ്പിളായിട്ട് ചോദിക്കും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ +2 ലെവൽ എക്സാമിന്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിന് ആൻസർ പറയാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. ചിലർക്ക് ഈസി ആയിരിക്കാം, പക്ഷേ കാര്യം ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഏതാ വരുന്നത്? S ബ്ലോക്ക് എലമെൻറ്റ്സിലാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് വൺ. Which of the following properties generally decreases along a period? Options: ionization energy, metallic character, electron affinity, valence. ഏതാണ്? generally decreases along a period. ഏതാ? metallic character ആണ്, decreases along a period. Next one. The softening of hard water by synthetic ion exchange resin is based on options: increasing the lattice energy, physical separation, lowering the activation energy, exchange of cations and anions. Correct answer option D ആണ് വരുന്നത്. Softening of hard water by synthetic ion exchange resins is based on exchange of cations and anions. Next question. Colloidal solution of liquid in a solid is termed as options: aerosol, gel, emulsion, salt. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ ഈ 4 എണ്ണത്തിൻ്റെയും ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും നോട്ട് ചെയ്യണം. ഒന്ന് ഫേസ്, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും മാറിപ്പോകരുത്. എയറോസോൾ, ഇവിടെ ഏതാ ചോദ്യം? ലിക്വിഡ് ഇൻ സോളിഡ്. ഈസി ആയിട്ട് നമുക്ക് പറയാം ജെല്ലാണ്. ലിക്വിഡ് ഇൻ സോളിഡ് ആണെങ്കിൽ ഏതാ വരുന്നത്? ജെൽ. അതിന് നേരെ തിരിച്ചാണ് സോളിഡ് ഇൻ ലിക്വിഡ്. അപ്പോൾ ഓർത്താൽ സോള് പഠിക്കാൻ എളുപ്പമല്ലേ? എസും എല്ലും വന്നാൽ സോളിന് എഴുതിയ പോലെ ഒരു ഓട കുറവുള്ളൂ അല്ലേ? ഇവിടെ ഒരു ഓയും കൂടി ഇട്ടിയ സോളായില്ലേ? അതിൻ്റെ നേരെ തിരിച്ചാണ് ജെൽ എന്ന് പറയുന്നത്. പിന്നെ ലിക്വിഡ് ഏതാണ്? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മുമ്പ്, ഈസി ആയിട്ട് നമുക്ക് കിട്ടും, എമൽഷനാണ്. ഇനി എയറോസോൾ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? സോളിൽ സോളിഡും ലിക്വിഡ് ആണെങ്കിൽ
സോളിഡും ഗ്യാസും വന്നാലാണ് എറോസോൾ. എപ്പോഴും ഈ 4 എണ്ണം തന്നെയാണ് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നോട്ട് ചെയ്ത് വെച്ചല്ലോ. ലിക്വിഡ്, സോളിഡ്, ജെൽ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 മോൾ ഓഫ് എത്തനോൾ? മാസ് ചോദിച്ചിട്ടുണ്ട്. എത്തനോളിൻ്റെ മോളിക്കുലർ ഫോർമുല ആദ്യം എഴുതണം. എന്താ? C2H5OH. അത് എഴുതാൻ കിട്ടിയാലോ കേട്ടോ നമുക്ക് കിട്ടുള്ള ആൻസർ. C2H5OH, മോളിക്കുലർ മാസ് ഓഫ് C2H5OH ഗ്രാംസിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 5 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? പിന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 6 ഹൈഡ്രജൻ വരും. പ്ലസ് എന്ത് വരും? ഓക്സിജൻ വരുന്നുണ്ട് അല്ലേ? അപ്പം എത്ര ഓക്സിജൻ ഉണ്ട്? 1 ഓക്സിജൻ വരുന്നുണ്ട്. 10 അല്ല കേട്ടോ, 1 ഓക്സിജൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 12 × 2 പ്ലസ് ഹൈഡ്രജൻ്റെ 1 അല്ലേ ഉള്ളൂ, 6 × 1 പ്ലസ് ഓക്സിജൻ്റെ 1 × 16. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 46 ഗ്രാം കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ 46 ഗ്രാം ആണ് ആൻസർ വരുന്നത്. മാസ് അറിയണം, മോളിക്കുലർ ഫോർമുല അറിയണം, എങ്കിൽ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. അപ്പം മെയിനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സോഡിയം, അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ് എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് വൺ, ദ സിംപ്ലസ്റ്റ് മെമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഈസ് ഓപ്ഷൻസ് മെത്തനോൾ, മീഥേൻ, ഫോർമാൽഡിഹൈഡ്, ഫോമിക് ആസിഡ്. ഏതാ? മീഥെയിൻ അല്ലേ? മീഥേൻ, മെത്ത് അതല്ലേ ഫസ്റ്റ് വൺ. 2 കാർബൺ വന്നാൽ എത്താവും. അപ്പോൾ സിംപ്ലസ്റ്റ് മെമ്പർ എന്ന് പറയുമ്പോൾ മെത്ത്, മീഥെയിൻ ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ IUPAC നെയിം ഓഫ് CH3O C2H5 ഈസ് ഓപ്ഷൻസ് മെത്തോക്സി ഈഥെയിൻ, എത്തോക്സി ഈഥെയിൻ, മീഥൈൽ ഈഥെയിൻ, ഈഥൈൽ ഈഥെയിൻ. ഓക്സി ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? ഇവിടെ വന്നപ്പോൾ IUPAC നെയിമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താ? ഇവിടെ ഒരു മെത്ത് ഗ്രൂപ്പും ഉണ്ട്, ഇവിടെ ഒരു എത്ത് ഗ്രൂപ്പും ഉണ്ട്. സോ മെത്തോക്സി ഈഥെയിൻ, ഓപ്ഷൻ എ. ഈസി ആയിട്ട് പറയാം. IUPAC നെയിമിംഗ് ഒക്കെ ചോദിക്കും കേട്ടോ, പഠിച്ചോളൂ. നെക്സ്റ്റ് വൺ, നാഫ്തലീൻ ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ്. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ബൈ സബ്ലിമേഷൻ, ബൈ ഡിസ്റ്റിലേഷൻ, ബൈ ക്രിസ്റ്റലൈസേഷൻ, ബൈ യൂസിങ് വാട്ടർ ആസ് സോൾവെൻറ്റ്. ഏതാണ്? സബ്ലിമേഷൻ ആണ് നാഫ്തലീൻ്റെ കേസിൽ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ സബ്ലിമേഷനും നാഫ്തലീനും തമ്മിലുള്ള ബന്ധം. അപ്പോൾ സബ്ലിമേഷൻ മെത്തേഡ് വഴി നമുക്ക് സാൻഡിൽ നിന്നും നാഫ്തലീനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ആൽക്കഹോൾ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്താ ചോദിച്ചിരിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ആൽക്കഹോൾ. ആൽക്കഹോളിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഏതാണ്? OH. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് വൺ, എ ഹൈഡ്രോ കാർബൺ ഇൻ വിച്ച് 2 കാർബൺ ആറ്റം ആർ ജോയിൻഡ് ബൈ എ ഡബിൾ ബോണ്ട്. 2 കാർബൺ ആറ്റം ആർ ജോയിൻഡ് ബൈ എ ഡബിൾ ബോണ്ട്. ഏതായിരിക്കും 2 കാർബൺ ആറ്റം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ? ആൽക്കീൻ. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ലൂക്കസ് റിയേജൻറ്റ്. വളരെ നല്ല ക്വസ്റ്റ്യനാണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ലൂക്കസ് റിയേജൻറ്റ് ഏതാണ്? ഓപ്ഷൻ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്, സിങ്ക് ക്ലോറൈഡ് ആൻഡ് HCl, അൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്, ട്രൈക്ലോറൈഡ്, CrO3 ആൻഡ് H2SO4. ഇത് കുറേ റിയേജൻറ്റുകളുണ്ട്. അതിൽ ടോളറൻസ് റിയേജൻറ്റ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ഏതാ വരുന്നത്? സിങ്ക് ക്ലോറൈഡ് ആൻഡ് HCl. ഓക്കെ, ZnCl2 ആൻഡ് HCl ആണ് ലൂക്കസ് റിയേജൻറ്റ്. ലൂക്കസ് റിയേജൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസെൻട്രേറ്റഡ് HClഉം സിങ്ക് ക്ലോറൈഡും ചേർന്നതാണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇതിന് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോളിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ടെസ്റ്റ് ഉണ്ട്, ലൂക്കസ് ടെസ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ലൂക്കസ് റിയേജൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടെർഷറി ആൽക്കഹോൾ ലൂക്കസ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടർബിഡ് സൊല്യൂഷൻ കിട്ടും. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ടർബിഡ് സൊല്യൂഷൻ തന്നെയാണ്, പക്ഷേ പെട്ടെന്ന് കിട്ടില്ല. 15 മിനിറ്റ്സിൻ്റെ ഉള്ളിലായിട്ടേ കിട്ടുള്ളൂ. ടെർഷറി ആണെങ്കിൽ സഡൻ എഫക്റ്റ് ആണ്, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. സെക്കൻഡറി ആണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടാണ് ടർബിഡ് സൊല്യൂഷൻ കിട്ടുക. പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടർബിഡ് സൊല്യൂഷൻ കിട്ടില്ല. മനസ്സിലായി? ഡസ് നോട്ട് റിയാക്ട് വിത്ത് ലൂക്കസ് റിയേജൻറ്റ്. ആര്? പ്രൈമറി ആൽക്കഹോൾ. അപ്പോൾ ഈ നല്ലൊരു മെത്തേഡാണ് ഈ ലൂക്കസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി
ആൽക്കഹോളിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടെർലിൻ ഈസ് എ കണ്ടൻസേഷൻ പോളിമർ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് ഡാഷ്. ഓപ്ഷൻസ് ബെൻസോയിക് ആസിഡ്, താലിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ടെറഫ്താലിക് ആസിഡ്. കറക്റ്റ് ആൻസർ ഏതാണ്? ടെറഫ്താലിക് ആസിഡ് ആണ്. ടെർലിൻ എന്ന് പറഞ്ഞ ട്രേഡ് നെയിമാണ്. പോളിമർ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് ടെറഫ്താലിക് ആസിഡ്. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വയ്ക്കേണ്ടത്. പെറ്റ് എന്നാണ് പറയുക. പെറ്റ്. ടെർലിന് ഒരുപാട് പേരുണ്ട് കേട്ടോ. പോളി എത്തിലീൻ ടെറഫ്താലേറ്റ്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് പെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഒക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏതാണെന്ന് വെച്ചാൽ പെറ്റാണ്. പെറ്റ് ബോട്ടിൽസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഡെക്രോൺ ടെർലിൻ്റെ മറ്റൊരു പേരാണ്. ഡെക്രോൺ, ടെർലിൻ അങ്ങനെയൊക്കെ പറയും. പെറ്റ് എന്നൊക്കെ പറയും കേട്ടോ. ഓർത്ത് വെച്ചോ. അതിൻ്റെ മോണോമേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുക. ഏതൊക്കെയാണ്? എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് ടെറഫ്താലിക് ആസിഡ്. പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, cellulose is a condensation polymer of options alpha glucose, alpha galactose, beta glucose, beta galactose. Correct answer ഏതാ വരുന്നത്? beta glucose ആണ്. Cellulose is a condensation polymer of beta glucose. Next one, fructose is commonly known as dextrose, levulose, pyranose, furanose. ഈ fructose എന്ന് പറഞ്ഞാൽ ഒരു മോണോസാക്കറൈഡ് ആണ്. നമ്മുടെ ഗ്ലൂക്കോസ് പോലെ തന്നെ 6 കാർബൺ അതിൽ പ്രസൻ്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന അതിൻ്റെ വേറെ നെയിമാണ്. ഓപ്ഷൻ ബി ആണ്, ലെവുലോസ് ആണ്. അത് കൂടാതെ വേറെയും പേരുകളൊക്കെ പറയും. ഈ ഫ്രക്ടോസിൻ്റെ പ്രത്യേകത ഫ്രൂട്ട് ഷുഗർ ഏതാണെന്ന് ചോദിക്കും. അതേപോലെ തന്നെ റൈപ്പ് ഫ്രൂട്ട്സിൽ കാണുന്നത്, തേനിൽ ഹണിയിൽ കാണുന്ന ഷുഗർ ഏതാണെന്നൊക്കെ ചോദിക്കും. ഫ്രൂട്ട് ഷുഗർ എന്നറിയപ്പെടും. ഗ്ലൂക്കോസ് ആണെങ്കിൽ ഗ്രേപ്പ് ഷുഗർ ആണ് കേട്ടോ. ഗ്ലൂക്കോസിന് നമ്മൾ ഗ്രേപ്പ് ഷുഗർ എന്ന് പറയും. ഒന്ന് നോട്ട് ചെയ്തോളാം, ഗ്രേപ്പ് ഷുഗർ. സൂക്രോസ് ആണെങ്കിലോ കെയിൻ ഷുഗർ. ഫ്രക്ടോസിൻ്റെ പ്രത്യേകത എന്താണത്? ഫ്രൂട്ട് ഷുഗർ. ആ പേര് കേട്ടാൽ തന്നെ അറിയാം, 2 ലെഫ് ഉണ്ട്. ഫ്രൂട്ട് ഷുഗർ. ഹണിയിൽ കാണുന്ന ഷുഗർ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഫ്രക്ടോസ്. ഓക്കെ, hydrogen peroxide is dash in nature. Options non acidic, acidic, neutral, basic. ഏതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്? acidic ആണ്. hydrogen peroxide is acidic in nature. Up to which element the law of octaves was found applicable? law of octaves applicable ആയിട്ടുള്ളത് ഏത് എലമെന്റ് വരെയാണ്? ഓപ്ഷൻസ് ഓക്സിജൻ, കാൽസ്യം, കൊബാൾട്ട്, പൊട്ടാസ്യം. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി, കാൽസ്യം വരെ മാത്രമേ ലോ ഓഫ് ഒക്ടേവ്സ് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. The arrangement of elements in the modern periodic table is based on their options increasing atomic mass in the period, increasing atomic number in the horizontal rows, increasing atomic number in the vertical column, increasing atomic mass in the group. ഏതിനെ ബേസ് ചെയ്തിട്ടാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഇൻക്രീസിങ് അറ്റോമിക് നമ്പർ ഇൻ ദ ഹൊറിസോണ്ടൽ റോസ്. എല്ലാവർക്കും അറിയാം ഇൻക്രീസിങ് അറ്റോമിക് നമ്പർ ആണെന്നുള്ളത്. ബാക്കിയുള്ളതാണ് കൺഫ്യൂഷൻ ആവുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് ഓർമ്മ വരണമെന്നില്ല. ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത്, the soap destroying property of water is called as option sea water, fresh water, hard water, pure water. correct answer option C ആണ്, hard water ആണ്. soap destroying property of water is called as hard water. Next one, boiling of water or adding lime in water will remove the hardness of water when it is due to options nitrate of calcium, chloride of calcium, sulfate of calcium, carbonate of calcium. എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത്? എന്താണ്? കാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആണ്. ബോയിലിംഗ് ഓഫ് വാട്ടർ ഓർ ആഡിങ് ലൈം ഇൻ വാട്ടർ വിൽ റിമൂവ് ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ വെൻ ഇറ്റ് ഈസ് ഡ്യൂ ടു കാർബണേറ്റ് ഓഫ് കാൽസ്യം. കാർബണേറ്റ് ഓഫ് കാൽസ്യം പ്രസൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, next one, oil in water can form a stable dispersion with the help of a third substance commonly called dash. options emulsifier, dispersant, protective colloid, none. നമുക്കറിയാം വാട്ടറിൽ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താണ്? സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ ഒരു തേർഡ് സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോല്യൂബിളായിട്ട് മാറും അല്ലേ? സ്റ്റേബിൾ ഡിസ്പേഷനായിട്ട് മാറും. ആരാണത്? ആ തേർഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എമൽസിഫയർ ആണ് കേട്ടോ. ഓപ്ഷൻ എ എമൽസിഫയർ. അതിന് എക്സാമ്പിളൊക്കെ ചോദിക്കാറുണ്ട് എമൽസിഫയേഴ്സിന്, അതൊക്കെ നോട്ട് ചെയ്തോളൂ.
In an electrolytic cell, the electrode that is connected to the positive terminal of the battery is called options anion, anode, cathode, cation. Correct answer anode. ഏത് പോസിറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആനോഡാണ് പോസിറ്റീവ് എന്ന്. ഇലക്ട്രോലൈറ്റിക് സെല്ലാണ്. സെല്ല് മാറിക്കഴിഞ്ഞാൽ കഥ മാറും. ഓക്കെ. നെക്സ്റ്റ് വൺ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് പോളറൈസേഷൻ ഈസ് ദ മേജർ ഡിഫക്റ്റ്? ഓപ്ഷൻസ് വോൾട്ടാനിക് സെൽ, ലക്ലാൻഷ്യർ സെൽ, ഡാനിയൽ സെൽ, റൊസാരിയോ സെൽ. കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? വോൾട്ടാനിക് സെൽ. വോൾട്ടാനിക് സെല്ല് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ പോളറൈസേഷൻ ഈസ് ദ മേജർ ഡിഫക്റ്റ്. അതുപോലെ ഏത് മെറ്റലാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്തോളൂ. ഓരോന്നിലും ഏത് മെറ്റലാണ്, ഏതാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. Milk of magnesia is which type of colloid? Options solid solution, sol, aerosol, emulsion. കറക്റ്റ് ആൻസർ ഏതാണ്? ഈസി ആയിട്ട് പറയാം. മിൽക്ക് ഓഫ് മാഗ്നീഷ്യ എന്ന് പറയുന്നത് സോൾ ആണ്. സോളിനകത്താണ് മിൽക്ക് ഓഫ് മാഗ്നീഷ്യ വരുന്നത്. നെക്സ്റ്റ് വൺ. ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഗ്രാം ഇക്വാലൻറ്റ് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദിക്കും മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, നോർമാലിറ്റി. ഗ്രാം ഇക്വലൻ്റ് എന്ന് കേട്ടാലേ നിങ്ങൾ ഓർക്കേണ്ടത് നോർമാലിറ്റി ആണ്. പെർ കിലോഗ്രാം ആണോ, പെർ സോൾവെൻ്റ് ആണോ, പെർ സൊല്യൂഷൻ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ തരം തിരിച്ച് മൊളാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. മോൾ ഫ്രാക്ഷൻ പിന്നെ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ഇതിൻ്റെ യൂണിറ്റ് ചോദിക്കാറുണ്ട്, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചോദിക്കും. അപ്പോൾ അതൊക്കെ നന്നായി പഠിച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് വൺ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ്സ് ദ ഓറിയൻറ്റേഷൻ ഓഫ് സബ്ഷെൽ ഇൻ എൻ ആറ്റം? ഓപ്ഷൻസ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ, അസിമുത്തൽ കോണ്ടന്റ് നമ്പർ, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, സ്പിൻ കോണ്ടന്റ് നമ്പർ. ഓറിയൻറ്റേഷൻ ഓഫ് സബ്ഷെല്ലിനെ റിലേറ്റ് ചെയ്തിട്ട് ഏതായിരിക്കുന്നത്? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. +2 മുതൽ പഠിക്കുന്നതാണ്, പക്ഷേ ആവശ്യം നേരത്തെ നമുക്ക് ഓർമ്മ വരില്ല. ഏതാണ്? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. Our last question. In an atom, the order of filling up of orbital is governed by which principle? Options Heisenberg uncertainty principle, Hund's rule, Aufbau principle, Pauli's exclusion principle. കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓഫ്ബാ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലോവർ എനർജി ആദ്യം ഫില്ല് ചെയ്തിട്ട് ലോവർ ടു ഹയർ ആ രീതിയിലാണ് ഫില്ലിംഗ് നടക്കുക. പോളീസ് എക്സ്ക്ലൂഷൻ്റെ പ്രത്യേകത എന്താണ്? 4 കോണ്ടന്റ് നമ്പറിനെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ്. നോട്ട് ടു ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പർ, അല്ലേ? സെയിം കോണ്ടന്റ് നമ്പർ ആയിട്ടുള്ള 2 ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. സ്പിന്നിലെങ്കിലും അവർ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ഹൺസ് റൂൾ അറിയാലോ. അത് പെയറിങ് നടക്കുന്നതിനെ കുറിച്ചാണ് പറയാം. പെയർ ചെയ്ത്, അതായത് സിംഗ്ലി ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ പെയറിങ് നടക്കുകയുള്ളൂ. പിന്നെ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതായത് എന്താ പറയുക, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എൻ ഇലക്ട്രോൺ സൈമൾട്ടേനിയസ്ലി. ഈ 4 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫില്ലിംഗ് അപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഓഫ്ബാ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. 4 എണ്ണത്തിനൊന്നും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് വരും. ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായി ഓർത്തോളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ തീരെയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ബയോളജിയുമായിട്ട് ഉടനെ വരും. താങ്ക്